വെന്യൂ വെന്യൂ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഉം. ഇപ്പം ഞാൻ ആ VENU നമ്മുടെ ആ വെന്യൂ എന്നുള്ള മനസ്സിൽ കിടന്നു. പിന്നെ VNU എന്നതിനെ വായിച്ചു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 50 പേര് കേട്ടതിനകത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് അതാണ്. എങ്കിൽ പിന്നെ അങ്ങനെ പേരിട്ടേക്കാം. അടുത്ത ദിവസം രാവിലെ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഇന്നു മുതൽ ഒരു ഇവന്റ് മാനേജറായിട്ട് അറിയപ്പെടുന്നു. ഇതാണ് എൻ്റെ കമ്പനിയുടെ പേര്. ചുറ്റുമുള്ളവർക്ക് നിനക്ക് ശരിക്കും ഭ്രാന്താന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ശരിക്കും ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ഒരു 3 ഇവന്റ് ചെയ്തു. ആ ഇവന്റിൽ ആദ്യത്തെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്ലോപ്പായി പോയി. ശരിക്കും ഫ്ലോപ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവന്റ് നമ്മളിപ്പം ഓൾറെഡി ഇതിന് ടെക്നിക്കാലിറ്റി ഒത്തിരി ഉണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് ഒത്തിരി ഉണ്ട്. ഇതൊന്നും അറിയാതെ ശരിക്കും ചെന്ന് ചാടി നമ്മളവിടെ ഒരു സിമ്പിളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഒരു കല്യാണം. എല്ലാം നന്നായിട്ട് ചെയ്തു. ജനറേറ്ററിന്റെ ഒരു കേസിൽ വന്നു കഴിഞ്ഞപ്പം ഓൾറെഡി ക്ലയന്റ് പറഞ്ഞു അമ്പലത്തിൽ ഓൾറെഡി ജനറേറ്റർ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. പക്ഷേ ആസ് ആൻ ഇവന്റ് മാനേജർ ഞാൻ ആ സമയത്ത് പറയണമായിരുന്നു, ഇല്ല നമുക്കൊരു ജനറേറ്റർ ബാക്കപ്പ് എടുത്തിടണം എന്ന് ഞാൻ പറയണമായിരുന്നു. പക്ഷെ അന്ന് പറയാനുള്ള ഒരു വിവരം ചിലപ്പം എനിക്കന്ന് ഉണ്ടായില്ല എന്ന് വേണേൽ പറയാം. പ്രോഗ്രാമിന്റെ സ്വീകരണം അങ്ങോട്ട് തുടങ്ങാറായി, പയ്യൻ അങ്ങോട്ട് വരാറ്. അപ്പം ഒരു അമ്പലത്തിന്റെ ഹോൾ ആയതുകൊണ്ട് ഫുള്ളി നമ്മൾ മാസ്ക് ചെയ്ത് മൊത്തം ബ്ലാക്ക് ഔട്ട് ആക്കി അകത്ത് ലൈറ്റൊക്കെ വെച്ച് അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇവന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്തിരുന്നത്. സമയമായപ്പം കറണ്ട് പോയെന്ന് പറഞ്ഞാൽ ജനറേറ്റർ അങ്ങ് കത്തിപ്പോയി. ചെറിയ ജനറേറ്ററിൽ നമ്മൾ ഒത്തിരി കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന് താങ്ങത്തില്ലെങ്കിൽ അത് ഡ്രിപ്പാവും. അങ്ങനായി ഇത്രയും ഇരുന്ന് സാധനം മൊത്തം ഇരുട്ടായി. ഒന്ന് ആലോചിച്ച് നോക്കണം, കല്യാണത്തിന് സ്വീകരണം, ഇത്രയും ആൾക്കാരകത്തിരിക്കുന്നു, ഇത്രയും ചൂട് പുഴുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ പോലും വർക്ക് ചെയ്യുന്നില്ല, LED ബോർഡ് വർക്ക് ചെയ്യുന്നില്ല, ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല, സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, കൂരിരുട്ട്. ഈ ഒരു അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് കാരണം അവിടെ തൊട്ടപ്പുറത്ത് അങ്ങ് ചാടിയാലോ എന്ന് വരെ ചിന്തിച്ച നിമിഷമായിരുന്നു. ആ ക്ലയന്റിനെ ഞാൻ ഇപ്പോഴും കാണുമ്പോൾ കാരണം അദ്ദേഹം അന്ന് എന്നെ ഒരു 2 ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അന്ന് അവിടെ തീർന്നു പോയേനെ.